നമസ്കാരം, മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയായിരുന്നു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന്റെ തിരിച്ചുവരവ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു ഇവിടെ സംഭവിച്ചത്. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. കാരണം എന്താണ്, OA ബിൽഡപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അതായത് ഒരാഴ്ചയിലുള്ള, അതായത് കഴിഞ്ഞ എക്സ്പയറി, അതായത് നമുക്ക് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് തൊട്ട് മുന്നേ ഉള്ള ദിവസമായിരുന്നു നമ്മളുടെ മാർക്കറ്റിന്റെ എക്സ്പയറി അല്ലേ. അപ്പോൾ ആ എക്സ്പയറിക്ക് ശേഷം നമ്മൾ OA ബിൽഡപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? ഈ OA ബിൽഡപ്പ് നോക്കിയിട്ട് ഒന്നുമില്ല. കാരണം ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന മാർക്കറ്റിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന്, ഇനി എന്താണ് ആളുകളുടെ ഒരു സ്വഭാവം എന്ന് നമുക്കിനി അന്നേരമേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്തത്. മറ്റൊരു കാര്യം കൂടി നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് നമ്മളുടെ ഈ ഒരു 1 ഡേ ചാർട്ട് എടുത്ത ശേഷം നമ്മൾ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം സംസാരിച്ചിരുന്നു. എന്തായിരുന്നു? നോക്കൂ, ഈ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ചാനൽ ഇവിടെ വരയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗണിലേക്ക് ഇവിടെ താഴെ വന്ന ശേഷം ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോകുകയായിരുന്നു. എങ്ങനെയായിരുന്നു അത്? ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലായിരുന്നു മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു, ഈ മാർക്കറ്റ് ഇനി ബുള്ളിഷിലേക്ക് പോകണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നാണ് പറഞ്ഞിരുന്നത്. ഇത്രയും ദിവസം ഉണ്ടാക്കിയ ഒരു ക്യാൻഡിൽ അതും വിട്ടുകളയാം നമുക്ക്. കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിലിന് മുകളിലേക്ക് പോയി അതിശക്തമായ മൊമെന്റത്തിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ മാർക്കറ്റിന്റെ ആ ഒരു ബെയറിഷ് രീതി അല്ലെങ്കിൽ ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്നൊരു അവസ്ഥയിലേക്ക് ഒരു അല്പം ശമനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മാർക്കറ്റ് എന്താണ് ഇവിടെ നടത്തിയിരിക്കുന്നത്? ശരിക്കും ഇത്രയും ദിവസത്തെ ഒരു ക്യാൻഡിൽ, അതായത് 1 2 3 4 5 6 7 8 ഡേയ്സിന്റെ ഒരു ക്യാൻഡിലിനെ മൊത്തത്തിൽ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത് മുകളിൽ പോയി ക്ലോസ് ചെയ്തിരിക്കുന്നു. അതും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 24,550 പോയി ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നത് അതിരസകരമായ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്ന് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയാം. പിന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ചില ന്യൂസുകൾ കൂടി ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ നഗരങ്ങളിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക് മുൻപാദങ്ങളിൽ 6.7% അത് ഒരു 6.6% കുറഞ്ഞതായിട്ടുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വരികയുണ്ടായി. ഇത് മാത്രമല്ല, നമ്മളുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീർ, ഹരിയാന എന്നീ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡേറ്റ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ 90 സീറ്റുകളിലേക്ക് സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 എന്നീ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടത്തുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഹരിയാനയിൽ ഒക്ടോബർ 1 ഒറ്റഘട്ടമായിട്ടും നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും ഫലം ഒക്ടോബർ 4 വരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ലോക്കൽ രീതിയിലുള്ള ചില ന്യൂസുകളും വരികയുണ്ടായി. നമ്മുടെ മാർക്കറ്റ് ഇത്ര വലിയൊരു തിരിച്ചുപോക്കുന്ന കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു സ്വാധീനം അതിനകത്ത് ഉണ്ടായിരുന്നു. കാരണം US മാർക്കറ്റിൽ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നത് അല്പം കുറയുന്നു. ഇത് കാരണം പലിശ നിരക്ക് ഏറെക്കുറെ അടുത്ത മാസം കുറയ്ക്കാനുള്ള സാധ്യത കൂടുന്നു എന്ന രീതിയിലുള്ള ചില ന്യൂസുകൾ കൂടി വന്നതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് അതിശക്തമായിട്ട് തന്നെ മുകളിലേക്ക് കുതിക്കുന്നതാണ് കാണുവാൻ സാധിച്ചത്. ഇനി നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇനി ഭയപ്പെടാനുള്ള ഒരു കേസ് എന്താണ്? തീർച്ചയായിട്ടും യുദ്ധസമാനമായ സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് ഒന്നും അത് അത്ര ശ്രദ്ധിക്കുന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവട്ടെ എന്നിട്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്ന രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ മാർക്കറ്റും നല്ല രീതിയിൽ ഒരു മൊമെന്റത്തിൽ മുകളിലേക്ക് പോകുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. ഇനി മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ വരച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ചാനൽ എന്ന റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ എത്തുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ചാനലിന്റെ ആ ഒരു റേഞ്ച് എത്രയായിരിക്കും? ഞാനിവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. 24,700 എന്ന റേഞ്ച് ശരിക്കും പറയാം. 24,700 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു മൊമെന്റത്തിനുള്ള സാധ്യത മുകളിലേക്ക് കൂടുതലാണ്. ശരിക്കും നമ്മൾ ഈ ഗ്യാപ് ഫില്ലിംഗ് എന്ന് പലപ്പോഴും പറയാറുണ്ട് അല്ലെ. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഗ്യാപ്പ് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് പോകാനുള്ള ഒരു ത്വര ആരിലുണ്ടാവുന്നു? നിഫ്റ്റിയിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് ഈ 700 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാലും തീർച്ചയായിട്ടും വീണ്ടും അതിന് മുകളിൽ മറ്റൊരു ഗ്യാപ് ഫില്ലിംഗ് കൂടിയുണ്ട്. അതുകൂടി ഫില്ല് ചെയ്ത് മാർക്കറ്റ് ഇനി മുകളിലേക്ക് കുതിക്കുമോ അതോ ഇനി കൺസോൾട്ടേറ്റ് ചെയ്യുമോ എന്നത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ അവധി ദിവസത്തിന് മുന്നേ ഒരു വീക്കിലി ക്യാൻഡിൽ നിഫ്റ്റിയുടെ എടുത്ത് നോക്കിയിരുന്നു അല്ലേ. അപ്പോൾ ഒരു വീക്ക്നെസ് കാണിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചെങ്കിൽ ഇപ്പൊ നോക്കൂ, വീക്കിലി ക്യാൻഡിൽ പോലും നല്ലൊരു ബുള്ളിഷ് മൊമെന്റത്തിൽ തന്നെ ഫോം ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനും സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് രീതി കൈവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അല്ലേ. പക്ഷേ നമ്മൾ കുറച്ച് മറ്റ് ഡാറ്റകൾ എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. FISന്റെ ഡേറ്റയിലേക്ക് വരുമ്പോൾ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ചില കഥകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ട് പോകാം. അതിനു മുന്നേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലൂടെ ഒന്ന് പോയി വരാം. ബാങ്ക് നിഫ്റ്റി ഞാനിപ്പോൾ വീക്കിലി ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. വീക്കിലി ക്യാൻഡിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും ബുള്ളിഷിലേക്ക് വരുന്നില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ശരിക്കും ഒരു കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ 1 ഡേ ചാർട്ടിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി അതിന്റെ തനതായ രീതിയിലുള്ള ആ ഒരു കൺസോൾട്ടേഷൻ എന്ന രീതിയിൽ തന്നെ നിലവിൽ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഒരു വലിയ ബെയറിഷ് എന്ന അവസ്ഥയിൽ നിന്ന് ഒരു അല്പം മാറ്റം വന്നതായിട്ടും തീർച്ചയായിട്ടും കാണുവാനും സാധിക്കുന്നു.
സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലൊരു മൊമെന്റം കിട്ടണമെങ്കിൽ ഏതൊരു ഭാഗമാണ് 51,000 എന്ന ഈ ഒരു റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് അതിശക്തമായിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് മൊമെന്റം കൈവന്നു എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. നമ്മളിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിന്റെ കണ്ടീഷനിലേക്ക് പോയാലും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, US മാർക്കറ്റ് നിലവിൽ ഒരു ന്യൂട്രൽ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ തന്നെ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിന്റെ കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല പോസിറ്റീവ് ഉണർവിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി സ്റ്റിൽ പോസിറ്റീവിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് നേരെ എങ്ങോട്ട് വരാം? അതിരസകരമായിട്ടുള്ള ചില ഡേറ്റയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരെ ക്യാഷ് മാർക്കറ്റിലേക്ക് വരികയാണ്. ഇന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ശരിക്കും ഇന്ന് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയത് FIAs അല്ല. 767 കോടിക്ക് മാത്രമാണ് ഇവിടെ FIAs ബൈ ചെയ്തിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ 767 കോടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നേരെ ഇങ്ങോട്ട് വരൂ, DIs പക്ഷേ 2600 സംതിങ് കോടിക്ക് അവർ ബൈ ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നു. അതും വലിയൊരു കണക്കെന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ ആരായിരിക്കും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയത്? തീർച്ചയായിട്ടും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ആണ് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. പക്ഷെ അതൊരു വിഷമകരമായ ഒരു കാര്യം കൂടിയാണ്. എന്താണ്? FIAs ശക്തമായ ഒരു ബൈയിങ്ങിലേക്ക് വരുന്നില്ല. അവർ നല്ല സെല്ലിങ്ങിലേക്ക് പോയ ശേഷം ഒരു ചെറിയ എമൗണ്ട് ഇട്ട് ബൈ ചെയ്തു, അത് ശരിയാണ്. പക്ഷെ ഒരു ശക്തമായ ബൈയിങ്ങിലേക്ക് FIAs വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കിട്ടുന്ന ബുള്ളിഷ് മൊമെന്റും ആ ബുള്ളിഷ് മൂവ്മെന്റും ഒക്കെ നിലനിന്ന് പോകുവാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടത്തുള്ളൂ എന്നതാണ് സത്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. FIAsന്റെ ശക്തമായ ബൈയിങ് എന്നുണ്ടാവും. നേരെ നമുക്ക് ഓപ്ഷനിലുള്ള അവരുടെ സ്വഭാവം എന്താണെന്ന് നോക്കാം. ഓപ്ഷനിൽ അവർ ലോങ് പോയിരിക്കുന്നത് ഒരു 3 ലക്ഷത്തിനടുത്തുള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുട്ട് ബൈ ചെയ്യുക, അതായത് അവർ ബെയറിഷ് ആണ് അല്ലേ, അതൊരു 4 ലക്ഷമാണെന്ന് കാണാൻ സാധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ബുള്ളിഷ്നെസ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന മാർക്കറ്റിനെ താഴേക്ക് വലിച്ചിടാൻ അവരുടെ ഒരു സ്വഭാവം ശരിക്കും അല്പം ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കണക്കാക്കാം. ഇനി പ്രോസിലേക്ക് വന്നാലോ, തീർച്ചയായിട്ടും അവർ കോൾ ലോങ് പോയിരിക്കുന്നത് ഒരു 2.5 ലക്ഷത്തിനാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പുട്ട് അവർ ഷോർട്ട് ചെയ്തിരിക്കുന്നത് 1 ലക്ഷത്തിന് മുകളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നല്ല ബുള്ളിഷിലോട്ട് പ്രോസ് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെയാണ് പല അവരുടെ കോൺട്രാക്റ്റുകളും പലതും അവർ കയറിയിട്ടുള്ളതായിട്ട് ഇവിടെ ചേഞ്ചസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് മൊമെന്റത്തിലേക്ക് അല്ലെങ്കിൽ ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലേക്കെങ്കിലും മാർക്കറ്റ് ഒന്ന് തിരികെ വരാൻ ശ്രമിക്കുന്നതായിട്ടൊരു തോന്നൽ നമുക്കിവിടെ കിട്ടുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും അത് നല്ല കാര്യമായിട്ട് കരുതാം. ഇനി ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലയന്റ് നല്ലൊരു ബെയറിഷിലോട്ട് പോകുന്നതായിട്ടുള്ള ചില സൂചനകളും ഇവിടെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റിൽ വലിയ ഒരു ബെയറിഷിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് അല്പം ഒന്ന് മാർക്കറ്റിനെ പിടിച്ചു നിർത്തി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, യുദ്ധസമാനമായ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാർക്കറ്റ് ഇതൊന്നും കയറിയതില്ല. ശക്തമായ ക്രാഷ് ഉണ്ടാവാം. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡേറ്റകൾ, പ്രൈസ് ആക്ഷൻ, ഇതൊന്നും അവിടെ വിലപ്പോകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നമുക്ക് നേരെ ഫ്യൂച്ചറിൽ FIAsന്റെ ഒരു പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്യൂച്ചറിൽ FIAsന്റെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ഇവിടെ കുറവാണെന്ന് പറയാം. പ്രത്യേകിച്ചൊന്നും അവരിവിടെ നടത്തിയതായിട്ട് യാതൊന്നും കാണിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ലോങ് പോകുവാനുള്ള FIAsന്റെ ഒരു മടി അത് വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നേരെ നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, പ്രോസ് പക്ഷേ ഫ്യൂച്ചറിൽ ലോങ് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. നല്ല കാര്യമാണെന്ന് കാണാൻ സാധിക്കുന്നു. നേരെ നമുക്ക് ഇങ്ങോട്ട് വന്നാലോ, ക്ലയന്റും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ലോങ് ആണെന്ന് കാണുവാൻ സാധിക്കുന്നു. മാർക്കറ്റ് വലിയ ബുള്ളിഷ്നെസ്സിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, FIAsന്റെ ഒരു സഹായം കൂടിയേ തീരും. എങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു നല്ല ബുള്ളിഷിലേക്ക് കുതിച്ചു പോകുകയുള്ളൂ എന്നതാണ് സത്യം. നമുക്ക് നേരെ ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരാം. നോക്കൂ, ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ അതിരസകരമായിട്ടുള്ള ഒരു ഓയ ബിൽഡപ്പ് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നടന്നിരുന്ന ചില കഥകൾ, എന്നാൽ നല്ല രീതിയിൽ കോൾ സെല്ലേഴ്സ് ഉള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. നമുക്ക് ഈ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് മാർക്കറ്റ് ഒരു 24,200 എന്ന റേഞ്ചിൽ നിന്ന് അതിശക്തമായ സപ്പോർട്ട് എടുത്ത് കയറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അതിനുശേഷം ഓയ ബിൽഡപ്പിലൊക്കെ വളരെ വലിയ അൺവൈൻഡിങ്ങുകൾ നടന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതായത് ഇപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ PCR ലെവൽ തന്നെ ഒരു 1.19 എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അറ്റമണി തന്നെ 0.72 വന്നിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ ബെയറിഷിൽ നിന്ന് മാറി ഒരു ബുള്ളിഷ് രീതിയിലേക്ക് മാർക്കറ്റ് മാറുന്നതായിട്ടും കാണുവാനും സാധിക്കുന്നുണ്ട്. 25,000 ആണ് കോൾ സെല്ലേഴ്സിന്റെ ഒരു ഏരിയ എന്നതും കാണുവാൻ സാധിക്കുന്നു. ഒരു ലോങ് റേഞ്ച് കിടപ്പുണ്ട് അല്ലേ. പക്ഷെ പുട്ട് സെല്ലേഴ്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 24,500, 24,400, 24,300, 200, 100 ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള പുട്ട് ബിൽഡപ്പ് വന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ഇന്നത്തെ അൺവൈൻഡിങ് എടുത്ത് നോക്കുമ്പോൾ വ്യക്തമായ ഒരു രീതി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഒരു ഫുൾ ഡേ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നോക്കൂ, കോൾ സെല്ലേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു അൺബൈൻഡിങ് ഇവിടെ നടന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നല്ല രീതിയിൽ പുട്ട് ബിൽഡപ്പ് ഒക്കെ എവിടെയാണ് 24,500 24,600 പോലും ആ പുട്ട് ബിൽഡപ്പ് കൂടുന്നതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിലെ ഒരു സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾക്ക് ഏറെക്കുറെ ധാരണ വന്നിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ സെല്ലേഴ്സ് വളരെ പെട്ടുപോകുന്ന ചില അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സ് പെട്ടുപോയാലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ അറിയാവുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം. മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഓപ്ഷൻ സെല്ലേഴ്സിന് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഓപ്ഷനെ കുറിച്ച്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.